കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള കുറ്റ്യാടി മേഖലയിലെ ഇളനീർ കാവുകൾ യാത്രയായി. കാൽനടയായി സഞ്ചരിച്ച് 4ാം ദിവസമാണ് ഇളനീർ സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിച്ചേരുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഇളനീർ ആട്ടത്തിനുള്ള ഇളനീരുകളാണ് കാവുകളാക്കി ആചാര അനുഷ്ഠാനങ്ങളോടെ കൊണ്ടുപോകുന്നത്. വിഷു കഴിഞ്ഞ് 41 ദിവസത്തെ വ്രതമെടുത്ത് 6 ദിവസം കഞ്ഞിപ്പുരയിൽ താമസിച്ച് ഇളനീരുകൾ ശേഖരിച്ച് കാവുകളിലാക്കി ഓംകാരമൊഴുകിയാണ് ഭക്തന്മാർ കാൽനടയായി കൊട്ടിയൂരിലേക്ക് പോകുന്നത്. ഇളനീർ കാവുകളെടുത്ത ഭക്തന്മാർ കൂടാതെ സഹായികളായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരും ഒന്നിച്ചു പോകും. ജ്യോതി ദിനത്തിന് അന്ന് ഞങ്ങൾ ജാതിയൂർ മഠത്തിൽ പോയി മുക്കിച്ചന കഴിഞ്ഞ് തിരിച്ച് അന്ന് തന്നെ തണ്ട് മുറിച്ച് കഞ്ഞിപ്പരയിലെത്തി ഭക്ഷണ ഇലയിലൊക്കെ കഴിച്ച് പിറ്റേ ദിവസം മുതൽ എളന്നിമുറി 3 ദിവസം ഇളന്നി മുറിക്കും. അങ്ങനെ കൊണ്ടുവന്ന് കഞ്ഞിപ്പരയിൽ വെച്ച് തോടി ഇതുപോലെ കെട്ടി റെഡിയാക്കി 6 ദിവസം കൊണ്ട് ഞങ്ങളെ പണിയെല്ലാം കഴിച്ച് തൊട്ടിൽപ്പാലം കലങ്ങോട് പോയി കഞ്ഞിപ്പര എന്ന് പറഞ്ഞ കഞ്ഞിപ്പരയിലാണ് ഞങ്ങൾ. അവിടെ 10, 300, 400 ആളെല്ലാം ഒരു ദിവസം പങ്കെടുക്കും. രാത്രി ഭക്ഷണവും ഉച്ചക്ക് കഞ്ഞിയും പുഴുക്കും എല്ലാം ഞങ്ങൾ കൊടുക്കും. ഏറ്റവും നല്ല ഒരു കഞ്ഞിപ്പരിയാത്. ഇനിയും ഇങ്ങനെ ഉയർന്നു വരണമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാൽനടയായുള്ള യാത്രക്കിടയിൽ 3 ദിവസം രാത്രികളിൽ വിവിധ കഞ്ഞിപ്പുരകളിൽ താമസിക്കും. 4ാം ദിവസമാണ് കൊട്ടിയൂരിൽ ക്ഷേത്രത്തിലെത്തി ഇളനീർക്കാവുകൾ സമർപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.